ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്, നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ പുറമേ നോക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു മീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന കുറേ പേരെങ്കിലും ഈ ഒരു പേഴ്സണെ ലൈഫിൽ കണ്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഇങ്ങനെയൊന്നും പെയിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെ സിൻസിയറായിട്ട് നിന്നിട്ടുള്ള സമയത്തും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ല. നിങ്ങളെ അവഗണിച്ചുകൊണ്ട് മനഃപൂർവ്വമായിട്ട് തന്നെ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇവർ പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെ ആ ഒരു ഇവരും നിങ്ങളെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ട് ഉള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെയ്തതിൻ്റെയൊക്കെ ഒരു കർമ്മ പോലെ ഇവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ മിക്ക കാര്യത്തിലും ഇങ്ങനെ പ്രൊവോക്ഡ് ആവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും എല്ലാത്തിലും തെറ്റ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ വളരെ ഭയങ്കര അവർക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്താൽ പോലും അതിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ ഒരു നെഗറ്റീവ് ഇവർ കണ്ടെത്തി അല്ലെങ്കിൽ അതിനെ ചൊല്ലി മേ ബി നിങ്ങൾക്ക് പോലും ഒരു വിഷമം, നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്തു കൊടുത്താലും മേ ബി നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിലും മേ ബി ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഫുഡ് ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അതിൽ പോലും ഇവർ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് അതൊന്നും തന്നെ ഓക്കെ അല്ല, അതിലും പരാതികളായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ എക്സാമ്പിൾ ആണെങ്കിൽ അതിന് ഉപ്പില്ല, മധുരമില്ല, പുളിയില്ല, എരിവില്ല, അങ്ങനെ മൊത്തത്തിൽ ഒരു അപ്രീസിയേഷൻ ഒരിക്കലും ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പക്ഷെ നിങ്ങൾ ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ ഒരുപാട് കെയറോട് കൂടി തന്നെയാണ്. പക്ഷെ എന്താണ്, കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ ഇവർ പെട്ടുപോയിട്ടുള്ളൊരവസ്ഥ കാണുന്നുണ്ട്. ഒരുപാട് ബേർഡൻ ആണ് ഇവർ അനുഭവിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇവർക്ക് ഇപ്പോൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ ഒരുപാട് രീതിയിൽ കമ്പാരിസൺ നടത്തുന്നുണ്ട്, ഒരു കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളോട് എത്രത്തോളം അവർ ഭയങ്കര ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ഇവരെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യിക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവർക്ക് ഒട്ടും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിട്ടും ഇവരവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ പോകരുതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ഷമയോട് കൂടി തന്നെ പല കാര്യത്തിലും നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത സിറ്റുവേഷനിൽ പോലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇനിയൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് സോറി പോലും പറഞ്ഞു നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി അനുഭവമാണിപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ പോലെ ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളൊരു നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയൊക്കെ തന്നെ നിങ്ങൾ കുറേ അധികം സാക്രിഫൈസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു ഒരു വിഷമമാണ്. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ മേ ബി കുറച്ച് പേരെങ്കിലും മേ ബി ലവ് മാരേജ് ആയിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ മാരീഡ് അല്ലാത്തൊരു മാരീഡ് അല്ല, നിങ്ങളുടെ ലവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് മീൻസ് ആ ഒരു ടൈമിൽ നിങ്ങൾ കുറെ കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴേക്ക് ഇത്രയും കൊണ്ടുവരേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ലായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറെ പേര് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പോഴും സ്റ്റിൽ തേർഡ് പാർട്ടിയോട് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്രമൈസ് ചെയ്ത് ഇനി വന്നാലോ എന്ന് പോലും അവർ പലതവണ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം നിങ്ങളിനി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളത്. അപ്പം അതുകൊണ്ട് അവരായിട്ട് തന്നെ ഇനി ഇനീഷ്യേറ്റ് ചെയ്ത് വരാനുള്ള ഒരു പോസിബിലിറ്റി വലിയ കാര്യമായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അവരുടെ മനസ്സിൽ പലതവണ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രത്തോളം അവർ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് അവർക്കറിയാം. ഇപ്പോൾ അവർ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ ഒരു വോയിസ് ഇല്ല. കാരണം ഈ തേർഡ് പാർട്ടിയാണ് അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിച്ചത് എത്രത്തോളം ആയിരുന്നു എന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. നമ്പർ 4 കിട്ടിയിട്ടുണ്ടായിരുന്നു, ലെറ്റർ സി കിട്ടിയിട്ടുണ്ടായിരുന്നു, ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒക്ടോബർ മന്ത് ആണ് കിട്ടിയിട്ടുള്ളത്. റെഡ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്പർ 36 കിട്ടിയിട്ടുണ്ട്. ട്യൂസ്ഡേ എന്നുള്ള ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ പി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളറാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് സാറ്റർഡേ എന്നുള്ളൊരു ഡേ ആണ് കിട്ടിയിട്ടുള്ളത്. ലെറ്റർ 6 കിട്ടിയിട്ടുണ്ട്. നമ്പർ 6 കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ എം ആണ് കിട്ടിയിട്ടുള്ളത്. ലെറ്റർ വിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. 47 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. മേ ബി ഏജ് ആയിരിക്കാം. നമ്പർ 23 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഹെയർ എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് ടീച്ചർ എന്നുള്ളൊരു ക്ലൂ ആണ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.